അടൂർ സാറെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് ഏറ്റവും ഉന്നതനായ മഹാവ്യക്തിത്വമാണ്. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമെന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലം എസ് എൻ കോളേജിൽ പഠിച്ച് അവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയപ്പോൾ ആർട്സ് ക്ലബിൻ്റെ ഉദ്ഘാടനത്തിന് വളരെ വളരെ ചെറുപ്പമായ അടൂർ സാറിനെ, അന്ന് സ്വയംവരം സിനിമയുടെ സംവിധായകൻ, ഒരു സിനിമയെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ സിനിമ തന്നെ മതി അദ്ദേഹത്തിൻ്റെ പ്രതിഭ എന്താണെന്നറിയാൻ. അപ്പോൾ അദ്ദേഹത്തെ കൊല്ലം എസ് എൻ കോളേജിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയ അനുഭവമുണ്ട്. അന്ന് കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് സഖാവ് EMS ആണ്. അപ്പം മലയാളിയുടെ മാത്രമല്ല ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ശ്രദ്ധയിൽ വന്നവരാണ് ഇവർ രണ്ടുപേരും, EMSഉം അതുപോലെ തന്നെ അടൂർ സാറും. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ എൻ്റെ ബഹുമാനത്തോടു കൂടിയിട്ടുള്ള ബന്ധം, അടൂർ സാറിൻ്റെ വാത്സല്യത്തോടു കൂടിയിട്ടുള്ള സ്നേഹം, ഇത് ഇക്കാലം അത്രയും തുടർന്നിട്ടുണ്ട്. കുറേ നാൾ മുമ്പ് അദ്ദേഹത്തിന് ചെറിയൊരു ഫ്രാക്ചറുണ്ടായി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. അപ്പം നിങ്ങളറിയാൻ ഇടയായില്ല. അപ്പോൾ സാറിനെ ഇവിടെ വളരെ പ്രത്യേകതയുള്ള ഒരു പ്ലാവുണ്ട് പുറകിൽ. അപ്പോൾ അതീവ രുചികരമായ ചക്കയാണ് ഉണ്ടാകുന്നത്. ഓരോ വർഷവും ഒരു ചക്ക എനിക്ക് തന്നില്ലെങ്കിൽ ചക്കക്കൊതിയനായിട്ടുള്ള ഞാൻ പിണങ്ങും എന്ന് അടൂർ സാറിനറിയാം. അപ്പോൾ അങ്ങനെ പിന്നെ സിനിമകളെക്കുറിച്ചുള്ള ചർച്ച. സമീപകാലത്തിറങ്ങിയ വളരെ ഉജ്ജ്വലമായൊരു സിനിമ, അപർണ സെൻ സംവിധാനം ചെയ്ത ടാഗോറിൻ്റെ വളരെ പ്രസിദ്ധമായൊരു നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള ഖരേ ബരേ ആജ് എന്ന് പറയുന്ന ചിത്രം, ആ ഫെസ്റ്റിവലിൽ ഒരു സിനിമ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ എന്തോ സുഹൃതം കൊണ്ട് അടൂർ സാറിൻ്റെ അടുത്തിരുന്നിട്ടാണ് അപർണ സെന്നിൻ്റെ ഈ വളരെ അർത്ഥഗംഭീരമായിട്ടുള്ള സിനിമ കാണാനിടയായത്. അങ്ങനെ ഒരുപാട് ഓർമ്മയുണ്ട്, നിങ്ങളെ ബോറടിക്കുന്നില്ല. അപ്പം പാർട്ടി കോൺഗ്രസിൽ ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ആദ്യം കാണേണ്ടവരിൽ ഒരാളായിട്ട് തന്നെയാണ് അടൂർ സാറിനെ കണ്ടത്. ഇപ്പോൾ ആലപ്പുഴയിൽ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം അവിടെ 2 മണിക്ക് ഉള്ളിൽ ചെല്ലണം. അപ്പോൾ അധിക സമയമില്ല, അതുകൊണ്ട് കൂടുതൽ ഞാനൊന്നും നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അല്ല, അത് നമ്മൾ ഇവിടെ ഒഴിവാക്കുക, അല്ല ക്ഷമിക്കുക. അത് നമ്മൾ അടൂർ സാറിനെ കണ്ട്, അടൂർ സാറിനെ പോലുള്ള ഒരാൾ, നിങ്ങൾ ആലപ്പുഴ പറഞ്ഞു, അവിടെ ഞാൻ പറയാം. ഇവിടെ നമ്മൾ മറ്റു കാര്യത്തിലേക്ക് പോകുന്നത് നല്ലതല്ല. അതിനെ വിഷയറ്റ് ചെയ്യണ്ട. എപ്പം മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ പോകണ്ട. സാർ 2 വാക്ക് പുതിയ ജനറൽ സെക്രട്ടറിയെ കുറിച്ച്. ഞാൻ അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളിലെല്ലാം അങ്ങേയറ്റം പ്രതീക്ഷ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ശ്രീ MA ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി വന്നത്. ഞങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് അദ്ദേഹം പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.